താരക സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ ഒഴിയുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനം ഇടവേള ബാബുവും ഉണ്ടാകില്ലെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. നേതൃത്വത്തിലേക്ക് വരാൻ മമ്മൂട്ടിക്കും താല്പര്യമില്ല. ഇതോടെ അമ്മയുടെ നേതൃത്വത്തിൽ മലയാള സിനിമയിലെ പ്രധാന രണ്ട് സൂപ്പർ താരങ്ങളുടെയും സജീവ സ്ഥാനമുണ്ടാകില്ല. കാൽനൂറ്റാണ്ടായി വിവിധ പദ്ധതികളിൽ സംഘടനയെ നയിച്ച് ഇടവേള ബാബു ഇനി ഭാരവാഹിയാകില്ലെന്നാണ് നിലപാടിലാണ്. ജൂൺ 30-ന് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് അമ്മയുടെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം ചേർന്നത്. 506 അംഗങ്ങളാണ് വോട്ടവകാശമുള്ളത്. കഴിഞ്ഞ തവണ അമ്മയിൽ മത്സരങ്ങൾ നടന്നു. ഔദ്യോഗിക പക്ഷത്തിനെതിരെ മത്സരിച്ച മണിയൻപിള്ള രാജു ഉൾപ്പെടെ വിജയിച്ചു. ഇത്തവണ കൂടുതൽ പേർ മത്സരിക്കാൻ എത്തുമെന്നാണ് പ്രതീക്ഷ. ഇത് മനസ്സിലാക്കിയാണ് ഇടവേള ബാബു മാറുന്നത്. മോഹൻലാൽ വീണ്ടും മത്സരിച്ചാൽ എതിരുണ്ടാകാൻ സാധ്യതയില്ല. മോഹൻലാൽ മത്സരത്തിൽ നിന്ന് പിന്മാറി നിന്നാൽ ശക്തമായ മത്സരം വന്നേക്കും. പലരും മത്സരിക്കാൻ മുന്നോട്ട് വന്നേക്കും. മമ്മൂട്ടിയായിരുന്നു മോഹൻലാലിന് മുമ്പത്തെ അധ്യക്ഷൻ. നടിയെ ആക്രമിച്ച കേസിൽ വിവാദങ്ങൾക്ക് തുടർന്നാണ് മമ്മൂട്ടി മാറിയത്. മമ്മൂട്ടി മാറിയപ്പോൾ പകരം അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ ആളില്ലാതെ വന്നപ്പോഴാണ് മോഹൻലാൽ ഏറ്റെടുത്തത്. വീണ്ടും നടിയെ ആക്രമിച്ച കേസ് ചർച്ചകളിലെത്തുകയാണ്. താമസിക്കാതെ കേസിൽ വിധി വരും. ഈ വിധിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിലാണ് അമ്മയ്ക്ക് പ്രതികരിക്കേണ്ടി വരും. ഇത് മോഹൻലാലിന് പിന്മാറ്റത്തിന് കാരണമാണ്. നടിയെ ആക്രമിച്ച കേസിൽ മുമ്പ് മോഹൻലാൽ നടത്തിയ പ്രതികരണം ഏറെ ചർച്ചയായിരുന്നു. ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പമാണ് താനെന്നും എന്നാൽ ദിലീപിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു. ഈ കേസിൽ വിധി വരുമ്പോൾ ഇതെല്ലാം വീണ്ടും ചർച്ചകളിലെത്തും. അമ്മയുടെ ഭാരവാഹിയെ തുടർന്നാൽ പ്രതികരിക്കാതിരിക്കാനും കഴിയില്ല. ഇത്തരം വിവാദങ്ങളിൽ നിന്ന് അകലം പാലിക്കാനാണ് മോഹൻലാൽ ആഗ്രഹിക്കുന്നത്. മോഹൻലാൽ മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ പകരം വരുന്നവർ സംഘടനയെ നയിക്കാൻ പ്രാപ്തരാണെന്ന ചോദ്യമാണ് പലരും പങ്കുവയ്ക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ലാലിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാകും. ലാൽ പിന്മാറിയാൽ ഗ്രൂപ്പിസം തലപൊക്കുമെന്ന് കരുതുന്നവരുമുണ്ട്. അതുപോലെ ഇടവേള ബാബു മത്സരിക്കില്ല. കഴിഞ്ഞ തവണ തന്നെ ബാബു സ്ഥാനം ഒഴിയാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിരുന്നു. മമ്മൂട്ടിയുടെ വികാരഭരിതമായ വാക്കുകൾക്ക് മുന്നിൽ തീരുമാനം മാറ്റുകയായിരുന്നു. ഇത്തവണ എത്ര സമ്മർദ്ദമുണ്ടായാലും നിലപാട് മാറ്റില്ലെന്ന് ഇടവേള ബാബു പറയുന്നു. ഇടവേള ബാബു ഉള്ളത് കൊണ്ടാണ് ലാലും പ്രസിഡന്റും തുടരുന്നത്. തിരഞ്ഞെടുപ്പിന് ജൂൺ 3 മുതൽ പത്രികകൾ സ്വീകരിക്കും. 1994-ൽ സംഘടന നിലവിൽ വന്ന ശേഷം മൂന്നാമത്തെ ഭരണസമിതി മുതൽ ഇടവേള ബാബു നേതൃത്വത്തിലുണ്ട്. ഇന്നസെന്റ് പ്രസിഡന്റ്, മമ്മൂട്ടി ഓണറ്റി സെക്രട്ടറിയുമായി കമ്മിറ്റിയിൽ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു തുടക്കം. മമ്മൂട്ടി മോഹൻലാലും പിന്നീട് ജനറൽ സെക്രട്ടറി സ്ഥാനം ഉയർന്നപ്പോൾ ബാബു സെക്രട്ടറിയായി. 2018-ലാണ് ജനറൽ സെക്രട്ടറി ആയത്. 2021-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മോഹൻലാലും ഇടവേള ബാബുവും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും മത്സരമുണ്ടായി. മണിയൻപിള്ള രാജുവും ശ്വേതാ മേനോനും വോട്ടെടുപ്പിലൂടെ വൈസ് പ്രസിഡന്റ് ആയപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ലാലും വിജയ് ബാബുവും അട്ടിമറി വിജയം നേടി. ഔദ്യോഗിക പക്ഷത്തിൽ നിന്ന് മത്സരിച്ച നിവിൻ പോളിയും ആശാ ശരത്തും ഹണി റോസും തോറ്റത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും തിരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഏറെയാണ്.